അപ്പോൾ എല്ലാവർക്കും ഒരു ഹായ്. അപ്പോൾ ഇന്ന് കാണാൻ പോകുന്നത് സോലൻ്റ് 2 എന്ന ആനിമിൻ്റെ എപ്പിസോഡ് 107. ഇതൊക്കെ പകുതി വഴിക്ക് വെച്ച് നിർത്തി വെച്ചേക്കുന്നത് കൊണ്ട് തന്നെ എവിടെയാണ് എന്തൊക്കെയാണെന്ന് അറിയാൻ വയ്യ. ഈ എപ്പിസോഡിൻ്റെ സ്ക്രിപ്റ്റ് ഞാൻ മുൻപ് അന്ന് എന്ന് വെച്ചാൽ ലാസ്റ്റ് ഇട്ട എപ്പിസോഡിൻ്റെ ടൈമിൽ എഴുതി വെച്ചത് കൊണ്ട് തന്നെ ലെന്ത് കുറവാണ്. പിന്നെ ഞാൻ അടുത്ത എപ്പിസോഡ് ആഡ് ചെയ്യാൻ പോയില്ല. അതിപ്പോൾ 140 എത്ര എപ്പിസോഡായി ഞാൻ നോക്കി വെച്ചിട്ട് ഇത് 120ാമത്തെ എപ്പിസോഡ് എന്തോണ്. ഇനി 25 അത്ര 25 താഴെ എപ്പിസോഡ് മാത്രമേ എനിക്ക് ഇടാവുള്ളൂ. അതിനെങ്ങനെ ഇട്ടിട്ട് ലാഗാക്കാതെ പെട്ടെന്ന് തന്നെ ഇടാൻ നോക്കാം. പിന്നെ മെയിൻ കുഴപ്പമെന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ സോർലാൻഡിൻ്റെ സ്റ്റോറി എങ്ങനെയാണ് പോണേന്ന് പോലും എനിക്കൊരു പിടിയില്ല. ഇപ്പോൾ ബാറ്റ് ത്രൂ ദ ഹെവൻ്റെ സ്റ്റോറി ആണെങ്കിൽ പോലും നമുക്കത് വ്യക്തമായിട്ടൊരു ധാരണയുണ്ട് എന്താണ് സംഭവം എന്ന്. അങ്ങനെ വെച്ച് പോകുന്നുണ്ട്. പക്ഷേ ഇതെങ്ങനെയാണെന്ന് പോലും ഒന്നും മനസ്സിലാവുന്നില്ല. അതിന് മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ അവരെന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് അവർ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ജസ്റ്റ് കാണിച്ചാണ് പോകുന്നത്. ഈ BTTHലൊക്കെ ആണെങ്കിൽ പോലും എന്ത് കാരണമാണെങ്കിലും അത് ഡീറ്റെയിൽ ആയിട്ട് അവർ തന്നെ പറയുകയോ അല്ലെങ്കിൽ കാണിക്കുന്നതൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിലങ്ങനെയല്ല. ഒരു കാര്യം കാണിക്കുകയാണെങ്കിൽ അത് നമ്മളെ ഇമാജിൻ ചെയ്തെടുക്കേണ്ടി വരും. അപ്പോൾ അതൊത്തിരി കഷ്ടപ്പാടാണ്. അല്ല ഇവൻ ഈ സ്റ്റോറി ആ എപ്പിസോഡ് വൈസ് എങ്ങനെയാണ് പോകുന്നു അതേ രീതിയിൽ പറഞ്ഞോണം. പക്ഷേ ആ ഒരു രീതി പറഞ്ഞവർ എനിക്കിവിടെ മനസ്സിലാവുന്നില്ല. അപ്പോഴല്ലേ ഞാൻ ഇപ്പോൾ കറണ്ട് 130 എപ്പിസോഡാണ് കണ്ടുവച്ചിട്ടുണ്ട്. അതിന് ശേഷം കണ്ടിട്ട് ഇത് ഇട്ടാലും വലിയ ഗുണമുണ്ടോയെന്നും തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പം തന്നെ പെട്ടെന്ന് തന്നെ ഇടാന്ന് വെച്ചേ. അപ്പോൾ വലിച്ചു നീട്ടുന്നില്ല. ലെങ്ത് കൂട്ടേന്നൊന്നും വിചാരിക്കല്ലേ. ഈ എപ്പിസോഡിൻ്റെ ലെങ്ത് കാണില്ല. കുറച്ച് തന്നെ സ്ക്രിപ്റ്റിലുള്ളൂ. അതുകൊണ്ടാണ്. ഓക്കെ. അപ്പോൾ മുൻപ് പറഞ്ഞത് കുറച്ച് തെറ്റിദ്ധാരണയുണ്ട്. 107 അല്ല 108ആണ്. ആ എപ്പിസോഡ് ഞാൻ ഇട്ടാണ് ഇപ്പോഴാണ് കണ്ട്. അപ്പോൾ 108ാമത്തെ എപ്പിസോഡ്. ഓക്കെ. എപ്പിസോഡിൽ ആദ്യം തന്നെ ടാങ്ക് സിറ്റി അവിടെ അവരുടെ ട്രെയിനിങ് അതുപോലെ അത് നോക്കി നടത്തുന്ന ടീംസ്. അപ്പോഴാണ് അങ്ങോട്ട് യുഹ വരുന്നത്. അവനെ കുറേ നാൾക്ക് ശേഷം കണ്ട് ഹാപ്പി ആയിട്ട് അങ്ങോട്ട് ചെന്ന് സംസാരിക്കുന്നു. അന്ന് വന്നിട്ട് പെട്ടെന്ന് പോയില്ല. അവരെല്ലാം 70+ ലെവൽ കഴിഞ്ഞിട്ട് നിന്ന് പറയുകയാണ് ഞാൻ ചോയ് വന്ന് അവൾ ടാങ്ക് സിറ്റിയിലാണ്. അപ്പോഴാണ് ഡോറും തുറന്ന് ടാങ് വൂട്ടോങ് വരുന്നത്. അവളെ കണ്ട് എല്ലാവരും വാങ്ഡോങ് എന്ന് പറയുമ്പോൾ ഞാൻ വാങ്ഡോങ് അല്ല. യുഹ വന്നിട്ട് ഇത് ടാങ് വൂട്ടോങ് റിസർവ് ആയിട്ട് വന്നതാണ്. അവൻ നോക്കുമ്പോൾ എല്ലാം പറയാ എന്നല്ല മനസ്സിലാക്കിയിട്ട് ഞാൻ വന്നിട്ട് വെൽക്കം ചെയ്യുന്നു. അവൾ എന്തായാലും വന്നല്ലോ എന്ന പോലെ അവർക്ക് മനസ്സിൽ ഞാൻ ചെയ്യിപ്പോൾ ഇതങ്ങനെ എന്ന പോലെ കാര്യം മനസ്സിലായിട്ടില്ല. അവർ പിന്നെ ഒരു സ്ഥലത്തേക്ക് പോവാണ്. അതിന് മുമ്പ് സോൾ സ്പിരിറ്റ് പകോടയിലേക്ക് പോകണമെന്ന് പറഞ്ഞ് പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് അവർ കാട്ടിലൂടെ പോകുകയും ഞാൻ ശ്രക്കിലെ കാര്യങ്ങൾ അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. യുഹവനോട് യൂസാൻഷി അവളെന്താ വാങ്ഡോങ്ങല്ലെന്ന് പറയുന്നത് അവളുടെ ഓർമ്മ പോയ കാര്യം പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ അവർ സോൾ സ്പിരിറ്റ് പകോടയിലെത്തി. അവിടെ ഉള്ളവർ യുഹവനെ കണ്ട് റെസ്പെക്റ്റ് അവർക്കുള്ള ഡൗട്ടെല്ലാം പറയുന്നുണ്ട്. റിപ്ലൈ കൊടുക്കുന്നു. ബാക്കി എല്ലാവരും നിനക്ക് ബാക്കി അടുത്ത തവണ പറയാം എന്ന് പറഞ്ഞിട്ട് വിളിച്ചോണ്ട് ഇതെല്ലാം വാങ്ങൂട്ടോങ്ങ് മിട്ടാങ്ങൂട്ടോങ്ങ് കേട്ടും കണ്ടൊക്കെ അതിശയിച്ച് നിൽക്കണം. അവനോട് തന്നെ ഇതെന്താണെന്ന് ചോദിക്കേ അവനോട് ബീസ്റ്റ് സോൾ മാസ്റ്റേഴ്സ് തമ്മിലുള്ള കോൺട്രാക്റ്റ് ആണ്. ഡെഡായ ബീസ്റ്റുകൾ വോളണ്ടിയറായിട്ട് തന്നെ വന്ന് സോൾ മാസ്റ്ററിന്റെ സോളായിട്ട് മെർജാകുക. അതിലൂടെ അവർക്ക് മുന്നോട്ട് ജീവിക്കുക. രണ്ടുപേർക്കും ബെനിഫിറ്റ് അതുപോലെ ഇമോർട്ടാലിറ്റിയും കിട്ടുക. അതെങ്ങനെയെന്നതിന് ആ സോൾ മാസ്റ്റർ 98 ലെവലിലേക്ക് എത്തുമ്പോൾ ഹാഫ് ഗോഡ് പൊസിഷൻ ആകണ്ടേ എന്ന് പറയുക. അവൾക്ക് എന്തോ ഒന്ന് ആകുന്നു ഡേറ്റ് പൊസിഷൻ. അപ്പോഴാണ് PG അവിടെ നിൽക്കുന്നത്. അവരുടെ അകത്തേക്ക് വരാനായിട്ട് പറയണം. അകത്തേക്ക് വരുന്ന ആ ടൈം PG അവളുടെ ഹെവൻലി ഡ്രാഗൺ ഹോഴ്സിനെ വരുത്തി. അതിന് വളരെയധികം ഇഞ്ചറി പറ്റി. 10,000 വർഷം അതിൽ കൂടുതൽ ജീവിക്കാൻ കഴിയില്ല. അതിൻ്റെ വിറ്റാലിറ്റി കുറഞ്ഞിരിക്കുകയാണ്. അവനോട് നിന്റെ ഹോളി ഡ്രാഗൺ അല്ലേ നിനക്കിത് ബെറ്ററാണ്. അവനും വന്ന ഹോളി ഡ്രാഗൺ ഹോഴ്സിനോട് പറയുന്നുണ്ട് എഗ്രിമെൻറ്റ് അതിനെ നല്ല രീതിയിൽ പോകാം. അങ്ങനെ എന്തൊക്കെയാ യുഹവോ ചെയ്യാനായിട്ട് തുടങ്ങി. ആ ബീസ്റ്റിൻ്റെ സോള് ബേബിയായിട്ട് കണക്റ്റ് ആകുന്നു. അതോടെ ബേബിക്ക് മാറ്റം വരാൻ തുടങ്ങി. അവൻ്റെ വേഷം തന്നെ മാറി സോൾ റിങ് കിട്ടി. ലെവല് കൂടി. അതുപോലെ ആ ബീസ്റ്റ് അവൻ്റെ സോളായിട്ട് ചേർന്നു. അത് ബേബിനോട് നന്ദി പറയുന്നുണ്ട്. അതിനുശേഷം സോഫ്റ്റ് ടെൻഡൻ പൈത്തൺ എന്ന 30,000 വർഷം പ്രായമുള്ള ഒരു ബീസ്റ്റ് നനയോട് നിനക്ക് ഫ്ലെക്സിബിൾ എബിലിറ്റി അല്ലേ വേണ്ടത്, ഇത് നിനക്ക് ഉള്ളതാണ്. അവൾ വരുന്നുണ്ട്. ആ ബീസ്റ്റ് ആയിട്ട് സംസാരിച്ച് സോൾ സ്പിരിറ്റ് ചെയ്യുന്നത് റൂളാണോ എന്നതിന് അതെ അത് നന്നായതിൻ്റെ താല്പര്യം നോക്കാൻ കഴിയും. BG അപ്പോൾ ഇതിന് പകുതി ഹ്യൂമൻ്റെ ഇൻ്റലിജൻസ് ഉണ്ട്. എന്നാൽ സ്ട്രക്കിലൊരു സോൾ മാസ്റ്ററിനാണ് ഇഞ്ചറി ആക്കി. അത് കേട്ട് അവർക്ക് ഷോക്ക് വന്ന് വീണ് അവൾ അടുത്തേക്ക് ചെല്ലാൻ നേരം അതാകട്ടെ അല്ലറക്കുണ്ടായി ചീറ്റിക്കൊണ്ട് വരികയാണ്. അതുകൊണ്ട് അവർക്ക് ടെൻഷനായി 1000 വരണ്ട ഞാൻ നോക്കിക്കൊള്ളാം. അവൾ അതിനോട് പറയുന്നുണ്ട് ഞാൻ നിന്നെ മുറിവേൽപ്പിക്കാൻ വന്നതല്ല എന്നൊക്കെ. അതാകട്ടെ പോയിസൺ പോലെയുള്ള ഒന്ന് വെച്ച് ഒരു ഡൊമൈനുള്ളിലാക്കി അവൾക്ക് മുന്നോട്ട് വരെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അത് അവൾ അവോർഡേക്ക് വരികയാണ്. അതിനോട് നിനക്ക് നടന്നതിനല്ല സോറി, എനിക്ക് മനസ്സിലാകും നിനക്ക് ഹ്യൂമനായിട്ടുള്ള പ്രശ്നങ്ങൾ. എന്നാൽ ഹ്യൂമൻ ബീസ്റ്റ് തമ്മിൽ നന്നായിട്ട് പോകണമെങ്കിൽ ഈ സോൾ സ്പിരിറ്റ് പകോട്ട വേണം. അതിന് ഇങ്ങനെ പോയാലേ പറ്റൂ എന്ന് പറഞ്ഞ് അത് തൊടുന്നു. അവൾ പറയുന്നുണ്ട് ഞാൻ ഹെവനൻ്റെ അടുത്ത് സാക്ഷിയാക്കി സത്യം ചെയ്യുന്നു ഒരു ബീസ്റ്റിനെ പോലും എൻ്റെ കൾട്ടിവേഷന് വേണ്ടി ഞാൻ കൊല്ലില്ല. അങ്ങനെയായ തണ്ടർ എൻ്റെ മേലെ അടിക്കട്ടെ. അതോടെ യൂസാൻഷി വന്നിട്ട് സെയിം ആയിട്ട് പറയുന്നു. യുഹ വന്നിട്ട് പറയുന്നു. ബേബി വന്നിട്ടൊക്കെ പറയുന്നുണ്ട് ടാങ് സെറ്റ് ഇങ്ങനെ ഒന്നും ഇനി മുന്നോട്ട് ചെയ്യില്ലെന്ന്. BG ഹാപ്പി കൂട്ടങ്ങപ്പോൾ ഞാൻ അവരുടെ കൂട്ടം ഉണ്ടാകണം എന്ന ഫീല് എന്ന മനസ്സിൽ BG വന്നിട്ട് നന്ദി പറയുന്നു. അതുപോലെ ചെയ്യാനായിട്ടും പറയുന്നുണ്ട്. ആ പൈത്തൺ സമ്മതം. യുഹാവ് പിന്നെ ചെയ്യാനായിട്ട് തുടങ്ങി. ആ ബീസ്റ്റ് അവളുടെ പരിക്കെല്ലാം മാറ്റുന്നുണ്ട്. അവൾക്ക് ചുറ്റുമായിട്ട് കവറാക്കി അവളെ കാണാത്ത രീതിയിൽ
അതിനകത്ത് എന്തോ നടക്കുന്നത് പോലെ സോൾ സ്പിരിറ്റ് കംപ്ലീറ്റ് ആയി. അതോടെ അവളൊരു സോൾ റിങ് കിട്ടി. അവളുടെ അപ്പിയറൻസ് തന്നെ മാറി മറ്റൊരു രൂപത്തിൽ. അത് കഴിഞ്ഞ് അവരോട് വന്നിട്ട് എനിക്ക് 3 സോൾ സ്കില്ല് കിട്ടി, ടെലിപോർട്ട്, ഗ്രാവിറ്റി, ഇൻവിസിബിൾ, അങ്ങനെ ഗോൾഡ് ഷീൽഡ് കൂടുതലും അങ്ങനെയൊക്കെ പറയുന്നത്. അടുത്തത് ഞാൻ എനിക്ക് വേണ്ടി എന്താ കാത്തിരിക്കുന്നതെന്ന് പറയുന്നത്. അങ്ങോട്ടൊരു ബീസ്റ്റ് വരികയാണ്. കണ്ടപാടെ ഞാൻ യൂസ് ആൻഡ് ഞെട്ടി. കാരണം അവൻ്റെ യഥാർത്ഥ മാർഷൽ സോള് അതിനു വേണ്ട ബീസ്റ്റ് അതിൻ്റെ ഹിൻഡ് ലവ് വാലിയിൽ ഗോഡസ് ഓഫ് ലവ് കൊടുത്തിരുന്നു. വരുന്നത് അങ്ങനെ ഒന്നായിരുന്നു. എന്നാൽ വിറ്റാലിറ്റി നഷ്ടമായ ഒരു ടർട്ടിലായിരുന്നു. അതവിടെ കിടന്നുറങ്ങി. ഇതിന് 30,000 വർഷം പ്രായമുള്ളൂ. എന്നാൽ വിറ്റാലിറ്റി പെട്ടെന്ന് ഇല്ലാതായി എങ്ങനെയെന്ന് എനിക്കും അറിയില്ല. യൂസാൻഷി വന്നിട്ട് നീ എൻ്റെ സോൾ സ്പിരിറ്റ് ആകാൻ തയ്യാറാണോ? അതേ എന്ന് തല കാട്ടുന്നു. അത് ചെയ്യാനായിട്ട് തുടങ്ങി. അവൻ്റെ ഉള്ള ഷീൽഡ് അതിന് മാറ്റം ഉണ്ടാകാൻ തുടങ്ങി. അതിൻ്റെ പ്രോസസ്സ് അങ്ങനെ പോകുന്നു. അതിൻ്റെ യഥാർത്ഥ വിറ്റാലിറ്റിയിൽ ഡ്രാഗൺ അതുപോലെ സ്നേഹ കൂടി ചേർന്നതാണ്. ബീജ് നിനക്കിത് സക്സസ് ആകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതും തല കാട്ടുന്നു. അങ്ങനെ കുറച്ചു നേരം അവസാന സ്റ്റെപ്പ് എന്ന പോലെ എത്തി. എന്നാൽ ബീസ്റ്റ് എന്നാൽ അത് കംപ്ലീറ്റ് ആക്കാതെ തടയുകയാണ്. യോഹോവയ്ക്ക് എന്തോ മനസ്സിലായിട്ട് എന്തൊരു റീസൺ ഉണ്ട് എന്ന് വിചാരിച്ചു. അതുകൊണ്ട് തന്നെ ബീച്ചിനെ നൈസായിട്ട് പറഞ്ഞു വിട്ട്. ബേബി ചോദിക്കുക ഇപ്പം മനസ്സിലാകും. ബീച്ച് പോയപ്പോൾ കൊണ്ട് ആ പ്രോസസ്സ് കംപ്ലീറ്റ് ആയി. അവന് നോക്കിയ ഒരു റെഡ് സോൾഡറിങ്, അതായത് സെഞ്ചുറി മില്യൻ സോൾഡറിങ്. അവരെല്ലാവരും കണ്ട് ഷോക്ക്. അപ്പോൾ ബീച്ച് പറഞ്ഞത് 30,000 വർഷമായിരുന്നല്ലോ. അതിനിപ്പോൾ ഒന്ന് വ്യൂട്ടോങ് പറയി. ആ ഗോൾഡൻ ടട്ടിൽ രൂപം പിന്നെ മാറുകയാണ്. അതിൻ്റെ മുകളിൽ ഒരു മരം വളർന്നു. അത് ചെറുതായിട്ട് മാറി. അവൻ്റെ രൂപം തന്നെ മാറി. മാർഷൽ സോള് മുൻപ് വരെ നോർമലായ ബ്ലാക്ക് ടർട്ടിൽസ് ആയിരുന്നു. എന്നാൽ ഇനി അങ്ങോട്ട് ഗോൾഡൻ മാർഷൽ ടർട്ടിലായിരിക്കും. അത് അവരോട് പറയുന്നുണ്ട്. അവൻ്റെ മാർഷൽ സോള് യഥാർത്ഥ രീതിയിൽ എവോൾവ് ആയി. ഇതിനു വേണ്ടിയാണ് അവൻ്റെ സെക്ട് ലീഡർ ഉള്ളവരൊക്കെ നോക്കിയത്. എന്നെ സാക്രിഫൈസ് ചെയ്ത് അവളുടെ അമ്മയെ രക്ഷിക്കാൻ വേണ്ടി ചെയ്തതെല്ലാം ഇതിനു വേണ്ടിയായിരുന്നു. അതുകൊണ്ട് വിറ്റാലിറ്റി തിരിച്ചു കിട്ടിയ ടർട്ടിൽ ഞാൻ പഴയതുപോലെ ആയി എന്ന് പറഞ്ഞിട്ട് അവിടെ എനിക്ക് മാറ്റാൻ കഴിയില്ലല്ലേ. അതെന്ന് നോക്കുമ്പോൾ ആ ടർട്ടിൽ സ്പിരിറ്റ് ഗോൾഡൻ ഗാർഡിയൻ എന്നത് വായിൽ നിന്ന് പുറത്തിടുന്നുണ്ട്. ഇത് DTIൻ്റെ ലേക്ക് നിന്ന് മോഷ്ടിച്ചാണ് അത് വെച്ച് കൾട്ടിവേഷൻ ചെയ്തത്. എല്ലാവരെയും തോപ്പിച്ച് DTIനെ ചവിട്ടി പുറത്താക്കിയിട്ട് എനിക്ക് കയറാനായിരുന്നു ആലോചിച്ചത്. കുറഞ്ഞു പോയില്ല എന്ന പോലെ അവരും എൻ്റെ ലൈഫ് ഫോഴ്സ് അബ്സോർബ് ചെയ്യാനായിട്ട് തുടങ്ങിയ സംഭവം. അത് കാരണമാണ് അത് 30,000 വർഷമായിട്ട് മാറിയത്. പയ്യെ വിറ്റാലിറ്റി നഷ്ടപ്പെട്ടത് ഇതുകൊണ്ടായിരുന്നു. അതുകൊണ്ട് അവൻ്റെ സോളുമായിട്ട് അത് കണക്ട് ആയി പുറത്തേക്ക് വെച്ച് അവൻ്റെ ഉള്ളിൽ ലൈഫ് ഓഫ് സോള് അത് പുറത്ത് വന്ന് അതിൽ നിന്ന് ആ ഗാർഡിയൻ നൈഫായിട്ട് സ്പിരിറ്റ് ഗോൾഡ് ഗാർഡിയൻ അത് ചേരുകയാണ്. അവിടെ എന്ത് നടക്കാൻ പോകുന്നത് പോലെ. ഇത്ര വരെയാണ് ഞാൻ അന്ന് സ്ക്രിപ്റ്റ് എഴുതി വെച്ചിരുന്നത്. അതുകൊണ്ടാണ് എൻ്റെ പറച്ചിലിൽ ഒരു കുഴഞ്ഞ ഒരു രീതിയിൽ വരുന്നത്. കാരണം ഇത് കുറേ നാൾ മുമ്പ് എഴുതിയതായതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ പറയുന്ന രീതിയിൽ വ്യത്യാസമാണല്ലോ. പിന്നെ യുഹാവൻ്റെ നെറ്റിയിൽ ഐ ഓഫ് ഡെസ്റ്റിനിൽ നിന്ന് ഒരു പവർ പോകുന്നു. സോൾ വേൾഡിൽ ബിങ്ങിനും അവർക്ക് മനസ്സിലായി ഹെവൻ റേമിൽ നിന്ന് ആരോ വിളിക്കുന്ന ഒരു പ്രസൻസ് എന്ന് പറയുകയാണ്. അവിടെ ഹെവൻ റേമിലെ ഒരു ഗോഡിനെ കാണിക്കുന്നുണ്ട്. അങ്ങനെ നിൽക്കുകയാണ്. അത് പെട്ടെന്ന് DTN ഇല്ലാതാക്കുന്ന ടൈമിങ് ചോദിക്കേ അതാ ഡ്രാഗൺ സ്കൈലാണ്. DTN തടഞ്ഞ എന്തിനെന്ന് മാത്രം മനസ്സിലായില്ല. DTN ഇത്ര പെട്ടെന്ന് അത് വരുമെന്ന് കരുതിയില്ല. ഞാൻ അനുഭവിച്ചത് ഞാൻ മറക്കില്ല. BGM അവിടെ കാണിക്കുന്നുണ്ട്. എന്തിനാ അങ്ങനെ ചെയ്തേ എന്ന പോലെ. യുഹാവ സോൾ വേൾഡിൽ വന്നിട്ട് കുഴപ്പമില്ല, എനിക്കിപ്പോൾ ട്രിഗർ ആക്കാൻ പറ്റിയെങ്കിൽ രണ്ടാമത്തെ തവണയും 3ാമത്തെ തവണ എനിക്ക് പറ്റും. എന്നാൽ അത് മില്യൺ ചാൻസിലാണ് അങ്ങനെയൊന്ന് വരുന്നത്. അങ്ങനെയാണ് DTN തന്നെ ഞാൻ തോൽപ്പിക്കും. അതുവഴി ആ കഴ്സഡ് ഡ്രാഗൺ സ്കൈല് എനിക്ക് ഇല്ലാതാക്കാം. പിന്നെ ആര് വിചാരിച്ചാലും എന്നെ തടയാൻ കഴിയില്ല എന്ന് പറയുകയാണ്. അത് കഴിഞ്ഞ് അവർ തിരിച്ചു പോകുന്നു. ബേബി നടന്നതൊക്കെ ചോദിക്കുക. അത് DTNൻ്റെ ഓറ പെട്ടെന്ന് വന്നതാണ് എന്ന് കള്ളം പറയുന്നു. എന്നാൽ വൂട്ടോങ്ങിന് അത് കാര്യം മനസ്സിലായി. അത് ഡിവൈൻ റേമിലെയാണ്, ഓൺസിന്റെ ലൈഫ് ടൈമിലാണ് അത് വരുന്നത്. എന്നാൽ അത് മിസ്സാക്കി. നമ്മുടെ ടാങ്ക് സെറ്റിലേക്ക് പെട്ടെന്ന് പോകാൻ റിച്വൽ എല്ലാം കഴിഞ്ഞില്ലേ എന്ന് പറഞ്ഞു പോകുന്നു. അവിടുന്ന് മിണ്ടു മോഡിലേക്ക് ടാങ്ക് സെറ്റിൽ എത്തിയിട്ട് ബേബി യുഹാവനോട് നിന്റെ കൂടെ ജോയിച്ചനും നാൻഷയും ഈഗോയും വരുന്നുണ്ട്, അവരിവിടെ തന്നെ നിൽക്കാമെന്ന് പറയുകയാണ്. അവരൊക്കെ അവരങ്ങനെ പോയി വൂട്ടോങ് യുഹാവനോട് കള്ളം പറഞ്ഞത് ചോദിക്കുകയാണ്. അവര് വറീഡാകാതിരിക്കാൻ വേണ്ടി അങ്ങനെ പറഞ്ഞ് അവൾക്ക് എങ്ങനെ അറിയാമെന്ന് ചോദിക്കുക. കുറച്ചൊക്കെ അറിയാം, നല്ലൊരു ചാൻസാണ് ഇല്ലാതാക്കിയത്. അത് കേട്ടിട്ട് എന്നെ ഓർത്ത് വറീഡാക്കണം പോടാ അവിടെ എന്ന് പറഞ്ഞിട്ട് പോയി. യുഹാവ മനസ്സിൽ അവൾ വാങ്ടോങ് ആണെന്ന് ഓർമ്മയില്ലെങ്കിൽ കൂടി എന്നെ ഓർത്ത് ടെൻഷൻ അടിക്കുന്നു എന്നൊക്കെ വിചാരിക്കുന്ന സമയത്ത് വൂട്ടാങ് കിട്ടെ. ഞാൻ എന്തിനാ അവനെ ഓർത്ത് ടെൻഷൻ അടിക്കുന്നത്? എനിക്കിനി അവനോടല്ലോ എന്തെങ്കിലും ഉണ്ടോ? ഇല്ലല്ലേ, അവ അഴുക്ക ചെറുക്കന എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നുണ്ട്. റെസ്റ്റ് എടുത്ത് പിറ്റേന്നായി യുഹാവന്റെ ഗ്രിൽഡ് ഫിഷ് അതുണ്ടാക്കാനായിട്ട് അവിടെ ഉള്ളവരൊക്കെ ഫാൻസ് അത് കഴിക്കാൻ പറ്റില്ല എന്നൊക്കെ ഹാപ്പി. ഞാൻ വൂട്ടോങ്ങിൻ്റെ അടുത്ത് വന്നിട്ട് അവൻ്റെ ഗ്രിൽഡ് ഫിഷ് ടേസ്റ്റ് എന്ന് നിനക്കറിയാലോ. അവൻ ആ മീനെ പിടിച്ച് ഫ്രൈ ചെയ്ത് എടുക്കുന്നു. യുഹാവോ ഇതിൽ പുലിയാണ് എന്ന് അപ്പോൾ ഞാൻ പറയുകയാണ്. യുവസാൻസി അപ്പോൾ ഉണ്ട് ഇത് കുറച്ച് ടൈം എടുക്കില്ലേ, നമുക്ക് ഏറ്റുമുട്ടിയല്ലേ എന്ന് ജോയിച്ചനോട് ചോദിക്കുന്നു. സംഭവം അവർക്ക് പ്രൈവസി കൊടുക്കുകയാണ് വേണ്ടത്. അവന് മനസ്സിലാക്കിയിട്ട് ശരി വരാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. ബാക്കിയുള്ളവർക്കും കാര്യം മനസ്സിലാക്കിയിട്ട് അവിടെ നിന്ന് പോയി. ഞാൻ ഇത് നോക്കുമെന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് മറ്റേ സൈഡിൽ തുടങ്ങാം. ഇത് റിയൽ ആയിട്ടാ. പിന്നെ അവരുടെ ഫ്രണ്ട്ലി ഫൈറ്റാണ് കാണിക്കുന്നത്. അതൊരുത്തൻ ജഡ്ജ്മെന്റ് സോഡ് ഉപയോഗിക്കുന്നു. മറ്റേ സൈഡിൽ ഗോൾഡൻ മർഷൻ ടർട്ടിൽ. അതുപോലെ ഒരു സൈഡ് അറ്റാക്കിങ് ആകട്ടെ, മറ്റേ സൈഡിൽ ഡിഫൻസിങ് ആണ്. അങ്ങനെ അവരുടെ ഫൈറ്റ് പിന്നെ തുടങ്ങി. ഫൈറ്റ് ഒന്നും അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് എടുത്ത് കാണിക്കുന്നില്ല. കാരണം ജസ്റ്റ് കണ്ടുപോകുന്ന രീതിയിലേ ഉള്ളൂ.
പിന്നെ ആ ഫൈറ്റ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ട് ഇതിൽ വലിയ കാര്യമൊന്നും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ കുറച്ച് നേരം കാണിയുന്നുണ്ട്. അതങ്ങനെ പോകെ ക്രിട്ടിക്കൽ സിറ്റുവേഷൻ്റെ പോലെയൊക്കെ വന്നിരുന്നു. അതിൽ അവോർഡാക്കി പിന്നെ മാർഷൽ സോളോ ഫോം രണ്ടുപേരും എടുക്കുന്നുണ്ട്. അത് വെച്ച് അറ്റാക്ക്. അങ്ങനെ ഒരു ടൈമിൽ അതിൻ്റെ പവർ യുഹവ വാങ്ടോങ്ങിൻ്റെ അടുത്തേക്ക് പോന്നു. ആ ഗ്രിൽഡ് ഫിഷിന് വല്ല പറ്റുന്ന ആയിട്ട് അവരെല്ലാം ഒരേ ടൈമിൽ തടയുകയാണ്. അങ്ങനെ കുറേ നേരം പോയി അവസാനം യൂസ് കാണിച്ച് മാർഷൽ ആർട്ട് റിയം എന്നൊരു സ്കില്ല് അവ സോഡ് സ്റ്റാർസ് എന്നും മറ്റൊരു സ്കില്ല് രണ്ടും കൂടി ഇടിച്ച് അവസാനം യൂസാൻഷിയുടെ ഓവർ പവറായിട്ട് മാറി. മൊത്തത്തിൽ ആ സ്കില്ലിനെ തന്നെ അവിടെ നിന്ന് ബ്രേക്കാക്കി. അവൻ തോറ്റെന്ന് പറയാൻ നേരെ ഞാനേ എടുത്ത് ഞാൻ ജയിച്ചടി എന്ന് പറയുകയാണ്. എന്നാൽ മെയിനിൻ്റെ മണം വന്ന് അവരവിടെ എത്തിയിരുന്നു. അങ്ങനെ ഫസ്റ്റ് ആര് കഴിക്കുക എന്ന ചർച്ച. ഒരു കാര്യം ചെയ്യാം, യങ്ങായവർ കഴിക്കട്ടെ. നാൻഷിയെ പോയി ചോദിക്കുന്നു. അവൾക്ക് 20 വയസ്സേ ഉള്ളൂ. അപ്പം എനിക്കാണ് വാങ്ങോട്ടോങ്ങിൻ്റെ അടുത്ത് ചോദിക്കേ എനിക്ക് 18 ഉള്ളൂ. അവസാനം അവൾക്ക് തന്നെ കൊടുത്തു. അവൾ ചോക്കുണ്ട്. അവൾ ടേസ്റ്റ് ചെയ്ത് നോക്കി എന്ത് ടേസ്റ്റാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവന് പിന്നെ അതിന് കാരണം അത് പറയാനായിട്ട് തുടങ്ങി. എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നൊക്കെ യൂസാൻഷി നാനിയുടെ അടുത്ത് പറഞ്ഞ് പറയുമ്പോൾ എനിക്കെന്നാൽ അത് ലവിൻ്റെ സ്മെല്ലായിട്ടാണ് തോന്നുന്നത്. അവൻ്റെ അമ്മയാണ് പഠിപ്പിച്ചു കൊടുത്തേ എന്നൊക്കെ പറയുന്നുണ്ട്. നമുക്കെന്താ പെട്ടെന്ന് വിശക്കുന്നു എന്ന് അവനും. അത് കഴിഞ്ഞ് മെങ്ഡോ മൗണ്ടനിലേക്ക് ഷിങ്ലുവിൻ്റെ ക്യാമ്പീസിൽ എത്തിയ യുഹോവ അവർ ശ്രക്ക് നിന്ന് വിട്ടതാണ് എന്ന് പറയുന്നു. അവർക്ക് ഡോറ് തുറന്നു കൊടുക്കാൻ അകത്തേക്ക് പോകാനായിട്ട് പറയണം. അത് യുഹോവയാണ് മറ്റേ ഗ്രേറ്റ് സ്പിരിറ്റ് പകടം ഉണ്ടാക്കിയത്. അതിൽ ഫേമസ് ആണ്. അകത്തേക്ക് യുഹോവനെ കണ്ട് അവർ ഹാപ്പി. അവൻ്റെ അച്ഛനോട് തന്നെ ചോദിക്കുകയെ എനിക്കറിയാം പണ്ട് കണ്ടപ്പോൾ തന്നെ ടാലൻ്റ് ഉണ്ടായിരുന്നു, ഇപ്പോൾ സ്പിരിറ്റ് പകടം ഉണ്ടാക്കിയത് അവനല്ലേ. എന്നാൽ യുഹോവ അത് ഞാൻ മാത്രമല്ല എല്ലാവരുടെയും ഹെൽപ്പ് ഉണ്ടാണ്. അപ്പോൾ പ്രിൻസസ് ജൂ വന്നിട്ട് ഇപ്പോഴുള്ള സിറ്റുവേഷനിൽ പറയുന്നുണ്ട്. പിന്നെ അവനല്ലേ അതെല്ലാം തുടങ്ങി വെച്ചത് ഗ്രേറ്റ് സ്പിരിറ്റ് പകോട, അതിന് നീ തന്നെയാണ് മെയിനായിട്ടുള്ളത്. പിന്നെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ പറയുന്നുണ്ട് ഈ റിയോ എംപയർ അല്ലെങ്കിൽ സൺമോൺ എംപയർ ടയാൻഡോ എംപയറിനെ ടാർഗറ്റ് ചെയ്യുന്നതും ഷിങ്ലു എംപയറിൻ്റെ കൂടെ അവർ വാറിനായിട്ട് പോയി എന്ന നഷ്ടം മാത്രമാണ് ഉണ്ടായി എന്നൊക്കെ അടുത്ത അവരുടെ അറ്റാക്ക് തുടങ്ങും എന്ന് പറയുകയാണ്. ഷുവാനിൽ നിന്ന് കിട്ടിയ ലെറ്റർ അത് കൊടുത്തു. അത് വാങ്ങിച്ച് അവർ ലീഡ് ചെയ്യുന്ന ഇൻചാർജ് ആകാൻ വേണ്ടിയായിരുന്നു അത്. ഇപ്പോൾ എന്താണ് എന്നാൽ അവർക്ക് നേരെ കയറി അറ്റാക്ക് ചെയ്യാൻ കഴിയില്ല. അതിന് കാരണം റിയോ എംപയറിൻ്റെ ഹൈ ആൾട്ടിറ്റ്യൂഡ് നാവിഗേഷൻ കാരണമാണ്. അത് വെച്ച് ഓരോ മൂവ് മനസ്സിലാക്കാൻ പറ്റും. ഷുവാൻ നിന്നെ ഒരുപാട് ടാലൻ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ടല്ലോ, അവൻ്റെ കഴിവെന്ന് ചോദിക്കുകയാണ്. അപ്പോഴുണ്ട് യുഹോവൻ്റെ മെൻ്റൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന സ്കില്ല് അത് കാണിക്കുന്നു. അത് കണ്ടവരെല്ലാം ഞെട്ടിപ്പോയി. കാരണം അവൻ്റെ ആ പവർ ഇപ്പോൾ വളരെയധികം കൂടിയിരുന്നു. സ്പിരിച്വൽ പവർ ഇതേപോലെ ഒരു സ്കില്ലാണ് അന്ന് എന്നെ രക്ഷിക്കാനായിട്ട് ആ മിസ്റ്റീരിയസ് ആയ സ്പിരിറ്റ് മാസ്റ്റർ വന്നിരുന്നേ എന്ന് മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. യുഹോവ പിന്നെ പ്ലാൻ പറയുന്നു. എനിക്കറിയാവുന്നത് വെച്ചാൽ അവരുടെ നാവിഗേഷൻ അത് 5000 മീറ്റർ മുകളിലാണ്. എന്നൊരു ഗ്രാൻഡ് സോളാൻഡ് മാസ്റ്റർ ടോപ്പിലെത്തിച്ച ഞാൻ ഗ്ലൈഡ് ചെയ്ത് അതിൻ്റെ അവിടെ പോയിട്ട് സ്റ്റോപ്പ് ആകാം, മെങ്ഡോ മൗണ്ടനിലേക്ക് നിങ്ങളെന്നെ എത്തിക്കാം എന്ന് പറയുകയാണ്. അപ്പോൾ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നു. ഇനി എന്തൊക്കെ വന്നാൽ അടുത്ത എപ്പിസോഡ് കാണാം. ഓക്കെ ബൈ.